ഓസ്ട്രേലിയ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഡിസിഷൻ ഒരിക്കലും തെറ്റല്ല. പലപ്പോഴും മാസ്റ്റേഴ്സിനാണ് കൂടുതൽ കുട്ടികൾ വരുന്നത്. കാരണം അത് ഷോർട്ടർ പീരീഡാണ്, 2 കൊല്ലത്തെ പഠനമാണ്. ഫീസാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം ഏകദേശം $40,000 വരെ ഫീസ് കൊടുക്കേണ്ടി വരും. 40,000 ഓസ്ട്രേലിയൻ ഡോളർ. ഒരു ഡോളർ എന്ന് പറയുന്നത് ഇപ്പം 55,000, ഇപ്പം ഏതാണ്ട് 60-അടുത്തെത്തി. ഓക്കെ, 60 രൂപ കൂട്ടാം. അപ്പോൾ ഒരു 25 ലക്ഷം ഉണ്ടെങ്കിൽ ആദ്യത്തെ കൊല്ലം ഫീസ്, പിന്നെ രണ്ടാമത്തെ കൊല്ലം 25 ലക്ഷം രൂപ, അങ്ങനെ 50 ലക്ഷം രൂപ ഫീസ് 2 കൊല്ലത്തേക്ക്. പക്ഷേ ഈ 2 കൊല്ലം കുട്ടികൾക്ക് ജോലിയും ചെയ്യാം. ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വീക്കിലി 20 മണിക്കൂർ, ബൈ വീക്കിലി 20, 2 ആഴ്ച കൂടുമ്പോൾ 20 മണിക്കൂർ ജോലി ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കോളേജിൽ ഫുൾ ടൈം പണിയൊന്നും ഉണ്ടാകത്തില്ല. ക്ലാസ് നമ്മുടെ നാട്ടിലെ പോലെ പിടിച്ചിരുത്തി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല. കൂടുതലും അസൈൻമെൻറ്റുകളും പ്രോജക്റ്റുകളും വർക്ക് ബേസ്ഡ് ക്ലാസ്സുകളുമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിച്ചു തീരുമ്പോഴത്തേക്ക് തന്നെ വർക്കിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ വർക്ക് എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു കരിയർ ആംബീഷനോടുകൂടി വരാനുള്ളൊരു സ്കോപ്പ് ഇവിടെ ഇല്ല. നമ്മുടെ US പോലത്തെ ഒരു സ്കോപ്പില്ല. പകരം നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ നിന്ന് കിട്ടും. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഏത് ജോലി ചെയ്യാനും മടിയില്ലാതാവും. റെസ്റ്റോറൻറ്റിൽ നിൽക്കാനോ പെട്രോൾ പമ്പിൽ നിൽക്കാനോ അങ്ങനെയുള്ള പണികൾക്കൊന്നും നിങ്ങൾക്കൊരു മടിയും ഉണ്ടാവത്തില്ല. പിന്നെ വർക്കിനോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഇപ്പം നാട്ടിലൊരാളൊരു പഠിക്കുന്ന മാസ്റ്റേഴ്സിന് MSന് MTechനോ പഠിക്കുന്ന ഒരാൾ പെട്രോൾ പമ്പിലോ റെസ്റ്റോറൻറ്റിലോ നിന്നാൽ ആ പേരൻസിന് അഭിമാന പ്രശ്നമാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം മറ്റുള്ളവർ ചോദിക്കും, അയ്യേ നീ റെസ്റ്റോറൻറ്റിൽ പണിക്ക് പോകുന്നു, നീ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിൽക്കുന്നു. പിന്നെ അതുപോലെ ഇവിടുത്തെ പോലെ കാശും കിട്ടത്തില്ല. അവിടെ ആ പണി ചെയ്യാനായിട്ട് 100,000 ആൾക്കാരുണ്ട്. ജനങ്ങൾ ഒരു കേരളത്തിൽ തന്നെ 3.25 കോടി ജനങ്ങളില്ലേ? ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. ഇവിടെ ജനങ്ങളില്ല. ഇവിടെ എല്ലാം കൂടെ 2.5 കോടി 2.25 കോടി മാക്സിമം 3 കോടി ജനങ്ങൾ. ഇന്ത്യയുടെ 2.5 ഇരട്ടി വലിപ്പമുള്ള ഈ രാജ്യത്ത്, ഞാനത് വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം, ഇന്ത്യയുടെ 2.5 ഇരട്ടി വലിപ്പമുള്ള ഈ രാജ്യത്ത് കേരളത്തിനേക്കാൾ പോപ്പുലേഷൻ കുറവാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ചെറിയൊരു പാർട്ട്, ഒരു 3% 4% ലാൻഡുള്ളൂ. ആ ലാൻഡിൽ ഇവിടത്തെ കൂടുതൽ ആൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇവിടെ 2.5-3 കോടി ഇരിക്കട്ടെ. ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു മിനിമം വേജ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ വർക്ക് പ്ലേസ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്. നിങ്ങളോട് ആർക്കും കയർത്ത് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങളോട് ദേഷ്യപ്പെടാൻ പറ്റത്തില്ല, നിങ്ങളെ പുറത്താക്കാൻ അങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്നും പുറത്താക്കാൻ പറ്റില്ല. പ്രോപ്പർ റീസൺസ് വേണം. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് എൻജോയ് ചെയ്ത് ജോലി ചെയ്യാം. നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്രോൾ പമ്പിലാണെങ്കിലും ശരി, മക്കാസ് പറഞ്ഞാൽ മക്ഡൊണാൾഡ്സ്, KFC, മറ്റ് റെസ്റ്റോറൻറ്റുകൾ. അപ്പോൾ ഇവിടെയൊന്നും പണിയുന്നതിനൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അപ്പോൾ കുട്ടികൾ ജോലിക്ക് പോകും. കുറച്ചു കാലം ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു രസം പിടിച്ച് അവർ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ജോലിക്ക് പോകും. കാരണം അവരെ സംബന്ധിച്ച് ഈയിടെ നീ എവിടെയുടെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല. ആ ഒരു എക്കോസിസ്റ്റമല്ല. നീ വർക്ക് ചെയ്യാതെ വെറുതെ ഇരുന്ന് പേരൻസിൻ്റെ കാശ് കൊണ്ട് ജീവിക്കുന്നവനെ മാത്രമേ നാണക്കേട് ഫേസ് ചെയ്യേണ്ടിയുള്ളൂ.
അപ്പോൾ കൂടെ ഉള്ള കുട്ടികൾ ചോദിക്കും, നീ പണിക്ക് പോകുന്നില്ലേ, നീ ജോലിക്ക് പോകുന്നില്ലേ, നീ എങ്ങനെ ജീവിക്കുന്നു? എൻ്റെ അച്ഛൻ ഇന്നാരാണ്, അമ്മ ഇന്നാരാണ്, അവർ കാശ് അയച്ചു തരും. അയ്യേ, ഇപ്പോഴും ഈ 18-20 വയസ്സായിട്ട് നീ പേരൻസിൻ്റെ കാശ് കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഇവിടെയുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഈ വരുന്ന കുട്ടികൾ ഇതെല്ലാം ഓവർകം ചെയ്ത് ഒരു നല്ലൊരു ക്വാളിറ്റി ലൈഫിലോട്ട് എത്തും. പിന്നെ ഏതെങ്കിലും ഒരു ജോലി കിട്ടും. പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ പഠിച്ച ഫീൽഡിൽ തന്നെ കിട്ടണമെന്നില്ല, ഏതെങ്കിലും ഒരു ജോലി കിട്ടും. ആ ജോലിക്ക് മിനിമം ഒരു സാലറി ഉണ്ടാവും. ആ സാലറി കൊണ്ട് നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഇവിടെ ജീവിക്കാം. പക്ഷെ കരിയർ ഗ്രോത്ത് എന്നുള്ളൊരു സംഭവം ക്വസ്റ്റ്യനബിൾ ആണ്. കാരണം നിങ്ങൾ മാസ്റ്റേഴ്സ് ഇൻ റോബോട്ടിക്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് റോബോട്ടിക്സിൽ തന്നെ ജോലി കിട്ടണമെന്നില്ല. മാസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇവിടെ മാസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ സെക്ടറിൽ തന്നെ കിട്ടണമെന്നില്ല. കിട്ടിക്കൂടായില്ല, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അല്പം പെട്രോൾ അടിച്ചിട്ട് അടുത്ത കഥയിലേക്ക് നീങ്ങാം. ഞാൻ ബാലവേണു, മെൽബണിൽ നിന്ന്.